പക്വതയില്ലാത്ത പ്രായത്തിൽ കുട്ടിയെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല പേരൻസ് തന്നെയാണ് അല്ലേ? ആ അവരുടെ അച്ഛനും അവരുടെ സ്വാധീനമായിരിക്കും നമ്മുടെയൊക്കെ എന്താ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഉപയോഗപ്പെടും. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇവിടെ വന്നപ്പോൾ അച്ഛനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് വന്നത് നല്ല കൃത്യമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉം. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എത്രത്തോളം അച്ഛൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അമ്മയുടെ സ്വാധീനം മീനാക്ഷിയുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ മീനാക്ഷി പറയുന്ന കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട്? എന്റെ നിലപാടുകളിൽ ആരുടെയും സ്വാധീനമില്ല. ഒരു പരിധി വരെ, ഒരു പ്രായം വരെ അച്ഛനും അമ്മയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഒരു സജഷനായി ഇവർ മുന്നേക്ക് വെക്കാറുണ്ട്. പക്ഷെ ഒരു പ്രായം കഴിയുന്ന സമയത്ത് എല്ലാം നമ്മുടെ അഭിപ്രായങ്ങളാണ്, നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് കുട്ടിയെ എത്തിക്കുകയാണ് അച്ഛനും അമ്മയും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് കുട്ടികൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആണ്. ഒരു പ്രായം വരെ ഇന്ന വഴിയാണ് നല്ലത്, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, ഇത് കണ്ടു നോക്കൂ, ഇത് കേട്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെടുകയും പിന്നെ ഒരു പ്രായത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് തെറ്റ് ശരി എന്നുള്ളത്. എപ്പോഴും അച്ഛനമ്മമാർ പറഞ്ഞു തരണ്ട ഇത് തെറ്റാണ് ഇത് ശരിയാണെന്നുള്ളത്. ഒരു പ്രായത്തിന് ശേഷം നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷേ എങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കില്ലേ? ഉറപ്പായിട്ടും. അയ്യോ, അതൊക്കെ ഇപ്പൊ ആര് പറഞ്ഞു തന്നാലും പറഞ്ഞു സംഭവിക്കും. തന്നില്ലെങ്കിലും അപ്പം സംഭവിക്കും. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ശരികളായിരിക്കില്ല യഥാർത്ഥ ശരികൾ. അതെ, അങ്ങനെ ഒരു പോസ്റ്റ് ഇതുണ്ട്. യെസ്, ഇട്ടിരുന്നു. അല്ലെ? നമ്മുടെ ശരികൾ ചിലപ്പോൾ നമ്മുടെ മാത്രം ശരികളായിരിക്കും. അതെ, അത് മറ്റുള്ളവരുടെ കണ്ണിൽ എപ്പോഴും തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ശരികൾ അല്ലെങ്കിൽ മീനാക്ഷിയുടെ ഒരു ശരി, മീനാക്ഷിയുടെ കണ്ണിലാണ് അത് ശരി. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിൽ അത് ശരിയല്ല. അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുകയാണ്, മീനാക്ഷി മോളെ നീ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു നിലപാടല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനാക്ഷിയുടെ അതിൻ്റെ സമീപനം? അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് എന്ത് പറയുന്നു? പറയുന്നല്ല, എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ അതിന്റെ കാരണം എന്താണെന്ന് തിരക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ എപ്പോഴും വരാറുണ്ട് ഇവിടെ. അതെ, ഒരു ദിവസം രാത്രി വന്നിരുന്ന ഞങ്ങളുടെ എല്ലാ വീട്ടിലും വരും, വലിയ എല്ലാ വർത്താനങ്ങൾ വീട്ടിലും വരും. കേൾക്കാം. അതെ, കാരണം അങ്ങനെ എപ്പോഴും വരും. കാരണം അവരാണല്ലോ നമ്മുടെ കഴിഞ്ഞും പ്രായമുള്ള ആൾക്കാർ. സുപ്രീം അവരെപ്പോഴും അല്ല, അവർക്കാണ് കൂടുതൽ അഭിപ്രായങ്ങൾ കൂടുതൽ. അവരാണ് എന്നെ കഴിഞ്ഞ് മുന്നേ സൊസൈറ്റി എന്താണെന്ന് അറിയുന്ന മനുഷ്യർ അച്ഛനും അമ്മയാണ്. അപ്പൊ അച്ഛനും അമ്മയാണ് അത് അറിയുന്നത്. പക്ഷെ ഞാനും കാണാത്ത ലോകമൊന്നും അല്ല. അപ്പോ നമുക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്, എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കും. പക്ഷെ വഴക്കൊന്നും അങ്ങനെ ഉണ്ടാവാറേ ഇല്ല വീട്ടില്. അങ്ങനെ വലിയ വലിയ വഴക്കുകളോ അങ്ങനെയൊക്കെ വർഷത്തിന് മുന്നേ ആയിരിക്കും വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കും. സംസാരങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടായി ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെ തെറ്റാണെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അല്ല, ഒരു ഉദാഹരണ സഹിതം നമുക്ക് ഒരു കുഴപ്പിക്കുന്ന രീതിയിൽ വേണം ചോദിച്ചു. ചോദിച്ചോ. അതായത് എന്താ, മീനാക്ഷി ഒരു പയ്യനെ ഇഷ്ടപ്പെടുന്നു. ആ പയ്യനെ പക്ഷെ ഒരു കാരണവശാലും അച്ഛനും അമ്മയും അംഗീകരിക്കുന്നില്ല. വേണ്ട, അവൻ വേണ്ട. എന്തായിരിക്കും നിലപാട്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പം മീനാക്ഷിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ മീനാക്ഷിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നു. പക്ഷേ നമ്മുടെ ഇഷ്ടമാണല്ലോ നമുക്ക് എപ്പോഴും വലുത്, നമ്മുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനെ മാറ്റിവെക്കുമോ അതോ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം കേൾക്കും? അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും എന്റെ വീട്ടിൽ ഉണ്ടാവില്ല. അതൊരു കുട്ടിയുടെ കോൺഫിഡൻസ് ആണ്. കാരണം എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ എന്റെ അച്ഛനും അമ്മയോ മനസ്സിലാക്കാത്ത രീതിയിൽ ഞാനോ പെരുമാറില്ല. വ്യക്തമായ ഉത്തരം. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവ വികാസം വീട്ടിൽ നടന്നാൽ അത് ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകും. അത്തരത്തിലൊരു സംഭവ വികാസം നടക്കില്ല. കാരണം ഒരു കാരണം വേണമല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്റേതായ ചില ഇഷ്ടങ്ങൾ വേണം. ഇന്ന ആളെ ഞാൻ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇന്ന ആൾ എന്നെ നല്ലൊരു സുഹൃത്തായിരിക്കണം, എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കണം, അങ്ങനെ ചില ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ടാവുമല്ലോ. അപ്പം അതിനപ്പുറത്തേക്ക് ഒരു ഇന്ന ആള് മോശമാണ് എന്ന് പറയണമെങ്കിൽ, ഇപ്പം ചേട്ടനായിട്ട് ഞാൻ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ രണ്ടുപേരും എന്ന് വിചാരിക്കുക. എന്റെ അച്ഛൻ വന്ന് പറയാണ് ആളുമായിട്ട് അത്ര കൂട്ടുകൂടണ്ട, അത്ര നല്ലൊരു മനുഷ്യനല്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാരണം ആവണ്ടേ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാത്ത എന്തെങ്കിലും അച്ഛൻ അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ മനസ്സിലാക്കാം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മുടെ നിലപാടിൽ തന്നെ അതിന് തുറച്ചു നിൽക്കും. അല്ല, അങ്ങനെ ഒരു വാശിയല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പം എന്റെ ഇഷ്ടം മാറ്റി വെച്ച് ഞാൻ അവരുടെ ഇഷ്ടത്തിലേക്ക് പോകുന്നു, അവരുടേത് മാറ്റി വെച്ച് ഞാൻ എന്റെ ഇഷ്ടം നടത്തുമെന്നോ ഒന്നുമല്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ടും ഞാൻ വീണ്ടും അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല. ചോദിക്കാം, അച്ഛനും അമ്മയും ഒരു എന്താ വിവാഹം കഴിക്കാനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? അത് നമ്മുടെ ഇഷ്ടം നോക്കി ഉള്ള അത് അച്ഛനും മാത്രമല്ല ചേട്ടാ. ഇപ്പം ഈ നിലപാടുണ്ടോ? അതായത് വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ് ആയുഷ്കാലം ജീവിക്കേണ്ടത്, അച്ഛനും അമ്മയും അല്ല. അതുകൊണ്ട് എന്റെ തീരുമാനത്തിനനുസരിച്ച് പോട്ടെ, അതാണോ നിലപാട്? അത് എനിക്ക് മുന്നേ എന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് കൊണ്ട് ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് മുന്നേ എന്റെ അച്ഛനും ബുദ്ധിപരമായ ഉത്തരം പറയുള്ളൂ.